എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കോഫി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിംഗ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ കോഫി ജെല്ലി പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നെസ്കോഫയാണ് എടുക്കുന്നത്. അപ്പോൾ പുഡിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരും തന്നെ ഉണ്ടായിരിക്കില്ലല്ലോ, പ്രത്യേകിച്ച് കോഫി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ് ഈ കോഫി ജെല്ലി പുഡിങ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ജെല്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്, അതായത് 1/2 ലിറ്റർ വെള്ളം. ജെല്ലി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ഇതിന് പകരമായിട്ട് അഗർ ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അഗറിൻ്റെ പൗഡറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ചൈന ഗ്രാസ് കിട്ടുന്നത്. ഈ ഒരു പാക്കറ്റിനകത്ത് 10 ഗ്രാമാണ് വരുന്നത്. ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ജെല്ലി തയ്യാറാക്കുന്നത്. ചൈന ഗ്രാസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 2 കപ്പ് വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് അഗർ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഇപ്പോൾ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി തിളയ്ക്കണം. അങ്ങനെ പഞ്ചസാരയും ചേർത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നവരെയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടത്. ചൈന ഗ്രാസ് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്ന രീതിയിലാണ് നമ്മളത് തിളപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനത് നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈന ഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ജെല്ലി സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അങ്ങനത്തെ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോഫി മിക്സ്ചറാണ് ചേർക്കേണ്ടത്. ചൂടോടുകൂടി തന്നെ നമുക്കിത് ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. അങ്ങനത്തെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ കോഫി ജെല്ലിയുടെ മിക്സ്ചറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തണുത്ത ശേഷമാണ് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു സ്ട്രോങ് കോഫിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ്. ഇത് നമുക്കൊരു 2 കപ്പ് ചേർക്കാം. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 500 ml അതായത് 2 കപ്പ് മിൽക്കാണ് ചേർക്കുന്നത്. 2 കപ്പ്. ഞാനിതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ചേർക്കേണ്ടത് അഗറാണ്. ഇത് നമുക്കൊരു 8 ഗ്രാം ചേർക്കാം. അഗർ ഇതുപോലെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പാലിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പൗഡറായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനത് അഗർ പാലുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ അഗർ നന്നായി മെൽറ്റായി പാലുമായിട്ട് അലിഞ്ഞു ചേരുന്നത് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇനി കോഫി പൗഡറും അഗറുമായിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും ഈ അഗറെല്ലാം മെൽറ്റായി കോഫിയായിട്ട് മിക്സായി വരുന്നത് കാണാം. അഗറിൻ്റെ പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോഫിയായിട്ട് മിക്സായി വരുന്നതാണ്. ഇതിപ്പോൾ ചെറിയ പീസ് പോലെ ഇങ്ങനെ ഇത് മെൽറ്റായിട്ട് വേണം കോഫിയായിട്ട് മിക്സായി വരാൻ. കാപ്പി തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടി ഞാനിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അഗറെല്ലാം കോഫിയായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. കാപ്പി തിളച്ച ശേഷം നമ്മൾ മീഡിയം ടു സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കാപ്പി പെട്ടെന്ന് തന്നെ തിളച്ച് പുറത്തോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിലാവുന്നവരെയാണ് ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടത്.
അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി ജെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ നേരം നമ്മൾ പുറത്ത് വെച്ച് സെറ്റായ ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ പീസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജെല്ലികൾ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് കോഫി ജെല്ലി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഫി ജെല്ലിയാണിത്. അപ്പോൾ നമുക്ക് കോഫി പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ജെല്ലിയാണ് ചേർക്കേണ്ടത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ലെയറായിട്ട് കോഫി ജെല്ലിയാണ് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫിയും അഗർ ചേർത്തിട്ടുള്ള മിക്സാണിത്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി പുഡിംഗ് ട്രേയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ കോഫിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ലെയറായിട്ട് ചേർക്കേണ്ടത് കോഫി ജെല്ലി തന്നെയാണ്. ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ തേർഡ് ലെയറായിട്ട് നമ്മൾ കോഫി ജെല്ലിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ് കോഫി പുഡിങ്. അതിനകത്ത് പുഡിങ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനത്തെ കോഫി പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിക്കാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് പുഡിംഗ് എല്ലാം കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കോഫി ജെല്ലി പുഡിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു പുഡിങ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.